മൂന്നാം സീറ്റിൽ കോൺഗ്രസിൽ നിന്നും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ മുസ്ലിം ലീഗ് ചൊവ്വാഴ്ച ചേരുന്ന നേതൃയോഗത്തിൽ തീരുമാനമെടുക്കും. ആവശ്യമെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ നേതൃത്വം നിർദ്ദേശം നൽകി. നാളെയാണ് കോൺഗ്രസുമായുള്ള ലീഗിന്റെ നിർണായക ചർച്ച. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സമീർ, ഇത്ര കടുത്ത നിലപാടിലേക്ക് ലീഗ് പോവുകയാണോ? വേണു, തീർച്ചയായും മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് ആവശ്യം കടുപ്പിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ മുസ്ലിം ലീഗ് കടുത്ത നിലപാടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വളരെ ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. കാരണം നിരന്തരമായി മൊബൈൽ ഫോണിലൂടെ മുസ്ലിം ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നാളെ നടക്കാനിരിക്കുന്ന ചർച്ച ഒരു പരാജയപ്പെട്ടേക്കുമെന്നുള്ളൊരു വിലയിരുത്തലാണ് മുസ്ലിം ലീഗ് നടത്തുന്നത്. കാരണം കോൺഗ്രസ് 2 സീറ്റ് എന്നതിലപ്പുറം ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഒരു മാറ്റത്തിലേക്ക് കോൺഗ്രസ് പോകാനിടയില്ല എന്ന് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നു. മുസ്ലിം ലീഗ് ആണെങ്കിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് മുസ്ലിം ലീഗും തീരുമാനമെടുത്തിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ മൂന്നാമതൊരു സീറ്റിൽ കൂടി മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. കാരണം മിക്ക തവണകളിലും മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുമെങ്കിലും അവസാന ഘട്ടത്തിൽ വിട്ടുവീഴ്ച ചെയ്യാറാണ് പതിവ്. എന്നാൽ ഈ വർഷം അത് വേണ്ട, പൂർണ്ണമായും മുസ്ലിം ലീഗിന് ഒരു മൂന്നാമതൊരു സീറ്റിന് യോഗ്യതയുണ്ട്, അങ്ങനെ ഒരു പിന്മാറ്റം വേണ്ട, കർശനമായ നിലപാടിൽ തന്നെ തുടരുമെന്നുള്ളതാണ് മുസ്ലിം ലീഗിൽ ആകെ ഉണ്ടായ ഒരു ചർച്ചയുടെ ആകെ തുക. ഇതിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഇത്തരം ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിന് പച്ചക്കൊടി കാണിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗ് മത്സരിക്കുക മലബാറിൽ ഏതെങ്കിലും ഒരു സീറ്റിലായിരിക്കും. അങ്ങനെയെങ്കിൽ അത് കോഴിക്കോട് ആവാൻ സാധ്യതയുണ്ട്. അതിന് കാരണമായി നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വയനാട് ഒരിക്കൽ മുസ്ലിം ലീഗിന് ഒറ്റയ്ക്ക് മത്സരിക്കാൻ കഴിയില്ല. കാരണം രാഹുൽ ഗാന്ധി എതിർ സ്ഥാനാർത്ഥിയാണെങ്കിൽ അത് ഇന്ത്യ മുന്നണിയിൽ തന്നെ അത് വലിയൊരു ഭിന്നതയ്ക്ക് കാരണമാകും. അതുകൊണ്ട് വയനാട് ഒരിക്കലും മുസ്ലിം ലീഗ് തീരുമാനിക്കില്ല. ഒപ്പം തന്നെ കണ്ണൂർ കെ സുധാകരനാണെങ്കിൽ കണ്ണൂരിൽ മുസ്ലിം ലീഗ് മത്സരിക്കാനിടയില്ല. പകരം വടകരയിൽ കെ മുരളീധരനുമായി മുസ്ലിം ലീഗ് അടുത്ത ബന്ധമുണ്ട്. മുസ്ലിം ലീഗിന് മൂന്നാമതൊരു സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ രംഗത്ത് വന്നത് കെ മുരളീധരൻ കൂടിയാണ്. ഇത്തരം ഒരു ഘട്ടത്തിൽ പിന്നീട് കോഴിക്കോടാണ് മലബാറിൽ മുസ്ലിം ലീഗിന് ശക്തി ഉള്ള ഒരു സ്ഥലം. അങ്ങനെയെങ്കിൽ കോഴിക്കോട് മത്സരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് മുസ്ലിം ലീഗ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയോട് ഇത്തരം ഒരു സാധ്യത പരിശോധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് അന്തിമ തീരുമാനമെടുക്കുക. ഈ വരുന്ന 27-ാം തീയതി മലപ്പുറത്ത് വെച്ച് മുസ്ലിം ലീഗിന്റെ യോഗം ചേരുന്നുണ്ട്. അന്നായിരിക്കും ഇത്തരം ഒരു കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. അതിന് മുന്നോടിയായി കോൺഗ്രസ് നേതാക്കളുമായി ലീഗ് നിരന്തരമായി ചർച്ചകൾ നടത്തുന്നു. ലീഗിനെ എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന് മുന്നിലുള്ള ഏകതന്ത്രം. എന്നാൽ അത്തരം ഒരു അനുരഞ്ജനത്തിലേക്ക് പോകില്ല, വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ള കർശന നിലപാടിൽ തന്നെ മുസ്ലിം ലീഗ് തുടരുന്നു. ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യത്തിൽ സജീവമായി ചർച്ചയാകുന്നു. അങ്ങനെയെങ്കിൽ മലബാറിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ അല്ലെങ്കിൽ മലബാറിൽ ഒരു സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ലീഗ് തയ്യാറാകുമ്പോൾ സാമുദായിക സംഘടനകൾ, പ്രത്യേകിച്ച് സമസ്ത അടക്കമുള്ള സംഘടനകളുടെ വലിയൊരു പിന്തുണ തങ്ങൾക്ക് ലഭിക്കുമെന്ന് മുസ്ലിം ലീഗ് കണക്കുകൂട്ടുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെതിരെ ഒറ്റയ്ക്ക് പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ CPM-ന്റെ ഒരു പിന്തുണയും തങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള വിലയിരുത്തലിന് കൂടി പശ്ചാത്തലത്തിലാണ് മുസ്ലിം ലീഗ് മൂന്നാമതൊരു ഒരു സീറ്റിലേക്ക് ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ള തന്ത്രത്തിലേക്കോ ഒരു നിലപാടിലേക്കോ മുസ്ലിം ലീഗ് പോകുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സീറ്റിന് വേണ്ടി ആർക്ക് മുന്നിലും യാചിക്കുകയല്ല എന്നുള്ള കർശനമായ ഒരു പരാമർശമായിരുന്നു കഴിഞ്ഞ ദിവസം PM ഇസ്ലാം 24-നോട് പറഞ്ഞത്. അവർ പറയുന്നത് കോൺഗ്രസിന് മുന്നിൽ മുസ്ലിം ലീഗ് യാചിക്കുകയല്ല, പകരം ഇരു പാർട്ടികളും തമ്മിൽ ചർച്ച നടത്തുകയാണ് എന്നുള്ള ഒരു പരാമർശം പോലും തങ്ങൾ ആർക്ക് മുന്നിലും വഴങ്ങില്ല എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിലും തകൃതിയായുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും വിധത്തിൽ നാളത്തെ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ ഇത്തരം ഒരു കടുത്ത നിലപാടിലേക്ക് മുസ്ലിം ലീഗ് പോകും. 27-ന് ചേരുന്ന മുസ്ലിം ലീഗിന്റെ നേതൃയോഗത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം മുസ്ലിം ലീഗ് എടുക്കുക. അങ്ങനെയെങ്കിൽ അത് UDF-ന്റെ ഐക്യത്തെ ബാധിക്കുന്നു, UDF-ന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ മണ്ഡലങ്ങളിലെ വോട്ടിനെ അടക്കം ഈ മുസ്ലിം ലീഗിന്റെ ഒരു തീരുമാനം ബാധിക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ വിലയിരുത്താനാവുക. വേണോ സമീർ, ഒരു സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കുക, മൂന്നാം സീറ്റിൽ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ലീഗിന് എന്തായാലും മുന്നണിയിൽ നിൽക്കാൻ കഴിയില്ല. അതിനെപ്പറ്റി എന്താണ് നേതാക്കന്മാർ പറയുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു കർശന തീരുമാനം നിലവിലെടുക്കുന്നില്ല. പക്ഷേ അത്തരം ഒരു ചർച്ചകൾ സജീവമാണ്. ആവശ്യമെങ്കിൽ അത്തരം ഒരു നിലപാടിലേക്ക് പോകും. അതോടൊപ്പം തന്നെ അതിന്റെ സാധ്യതകൾ കൂടി പരിശോധിക്കുകയും അത്തരം ഒരു യോഗമാണ് 27-ന് ചേരുക. അങ്ങനെയെങ്കിൽ അതിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തണം, അതോടൊപ്പം തന്നെ മറ്റുള്ള സീറ്റുകളിലെ മുന്നണി സമവാക്യങ്ങൾ ബാധിക്കുമെങ്കിൽ അത് എങ്ങനെ തീരുമാനമെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി അന്നായിരിക്കും ചർച്ച ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ UDF
യോഗത്തിന് മുന്നോടിയായി മുസ്ലിം ലീഗ് അല്ലെങ്കിൽ നാളെ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയ്ക്ക് മുന്നോടിയായി നിരന്തരമായി കോൺഗ്രസുമായി ബന്ധപ്പെടുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് അത്തരമൊരു അങ്ങനെ മൂന്നാമത് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ ബാക്കി സീറ്റുകളെ കൂടി ഇത് ബാധിക്കുമെന്നുള്ള കാര്യം കൂടി മുസ്ലിം ലീഗ് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഇത്തരമൊരു നിലപാടിലേക്ക് പോകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യങ്ങൾ കോൺഗ്രസ് നേതാക്കളുമായി മുസ്ലിം ലീഗ് ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മലപ്പുറത്തും ഒപ്പം തന്നെ മലബാറിലുമൊക്കെ മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങൾ കൂടി അല്ലെങ്കിൽ ശക്തി കേന്ദ്രങ്ങളാണ് എന്നുള്ളതാണ് ഇത്തരമൊരു കർശന നിലപാടിലേക്ക് മുസ്ലിം ലീഗിന് പോകാനുള്ള ഏക ധൈര്യം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേണോ സമീർ, ഈ വിഷയത്തിൽ ഇപ്പോൾ ഇത്ര കടുത്ത നിലപാടിലേക്ക് ലീഗ് പോവുകയാണെങ്കിൽ അടുത്ത ദിവസം നടക്കുന്ന ചർച്ച വളരെ പ്രധാനമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. സമ്മർദ്ദ തന്ത്രം എന്നതിനപ്പുറം ഗൗരവത്തോടെ വേണമെങ്കിൽ മുന്നണി വിടുക, അത്രയും ശക്തമായ തീരുമാനത്തിലേക്ക് പോലും ലീഗ് പോകുന്ന രൂപത്തിൽ ഈ മൂന്നാം സീറ്റ് ഒരു വികാരമായി അവരിലുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? കോൺഗ്രസ് നേതൃത്വം അതിനെ എങ്ങനെ സമീപിക്കും? ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം അവരുടെ നിസ്സഹായത വ്യക്തമാക്കുകയാണ്. മൂന്നാമതൊരു സീറ്റ് നൽകുകയാണെങ്കിൽ അത് കൂടുതൽ കോൺഗ്രസിന് ബുദ്ധിമുട്ടാകും എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിലെങ്കിൽ മൂന്നാം സീറ്റ് നൽകുന്നതിന് പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് വാക്കാൽ ഉറപ്പ് നൽകുകയുമാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നതെങ്കിൽ പോലും പക്ഷേ അങ്ങനെ ഒരു നിലപാട് തങ്ങൾക്ക് വേണ്ട, പരസ്യമായി തന്നെ രാജ്യസഭാ സീറ്റിന്റെ കാര്യം പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണ് ലീഗ് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു അല്ലെങ്കിൽ കോൺഗ്രസിനാണെങ്കിൽ ഇത്തരം ഒരു തീരുമാനം പ്രഖ്യാപിക്കാനുള്ള സാധ്യത നിലവിൽ കഴിയുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു തീരുമാനം നീണ്ടുപോവുകയും മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അടക്കം ഇത് ബാധിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുസ്ലിം ലീഗ് കർശന നിലപാടിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ മൂന്നാം സീറ്റുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ നിലപാട് ഒരു കോൺഗ്രസിന്റെ പ്രതിരോധത്തിലാക്കേണ്ടതില്ല, ആവശ്യമെങ്കിൽ സീറ്റ് ലഭിക്കുകയാണെങ്കിൽ ലഭിക്കട്ടെ എന്നുള്ള ഒരു മൃദു സമീപനമായിരുന്നെങ്കിൽ പിന്നീട് അണികൾക്കിടയിൽ മൂന്നാമതൊരു സീറ്റ് വേണമെന്നുള്ള കർശന ആവശ്യം ഉയരുകയും നേതാക്കൾ ഒപ്പം തന്നെ പാണക്കാട് സാധിക്കുന്ന അടക്കമുള്ള നേതാക്കൾ അതിലൊരു കർക്കശമായ നിലപാടെടുക്കുകയും ചെയ്തതോടുകൂടിയാണ് മുസ്ലിം ലീഗ് പിന്നോട്ട് പോകേണ്ടതില്ല എന്ന ഉറച്ച നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരുപക്ഷെ കോൺഗ്രസ് തുടക്കത്തിൽ കരുതിയിരുന്നത് മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ മൂന്നാമത് സീറ്റ് നൽകാതെ എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ഒരു സമവായത്തിലേക്കോ അല്ലെങ്കിൽ വീഴ്ചയിലേക്കോ ഒരു വിട്ടുവീഴ്ചയിലേക്ക് ലീഗ് എത്തും എന്നുള്ളതായിരുന്നു. അത് അപ്രതീക്ഷിതമായാണ് മുസ്ലിം ലീഗ് നിലപാട് ഘടിപ്പിക്കുകയും അത്തരമൊരു അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ള നിലപാടിലേക്കും മുസ്ലിം ലീഗ് എത്തുന്ന ഒരു ഘട്ടം ഉണ്ടായത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതോടുകൂടിയാണ് UDF-ന്റെ സീറ്റ് വിഭജന ചർച്ചകളൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ഈ ഒരു ചർച്ചയും നീണ്ടുപോകുന്ന ഒരു ഘട്ടം ഉണ്ടായത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് UDF യോഗമാണ് അടുത്ത ദിവസം ചേരാനിരുന്നത്. എന്നാൽ ആ യോഗം ബഹിഷ്കരിക്കുമെന്ന അടക്കമുള്ള നിലപാട് മുസ്ലിം ലീഗ് നേരത്തെ എടുത്തതോടുകൂടി ഈ സീറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് അല്ലെങ്കിൽ അതിന് UDF യോഗത്തിന് മുന്നോടിയായി ഒരു ഉഭയകക്ഷി അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായി ഒരു ചർച്ച വെക്കാവുകയും ആ ചർച്ചയുടെ തീരുമാനത്തിന് ശേഷം UDF യോഗം ചേരാമെന്നുള്ള തീരുമാനത്തിലേക്കും UDF നേതൃത്വം എത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നാളത്തെ ചർച്ച ഏറെക്കുറെ പരാജയപ്പെടും എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോൾ ഉള്ളത്. അതിന് കാരണമായി അവർ പറയുന്നത് കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ കോൺഗ്രസ് 2 സീറ്റിൽ നിന്ന് മുന്നോക്കം പോവുകയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് വിട്ടുവീഴ്ചക്കോ തയ്യാറാവാത്ത ഒരു തീരുമാനമായിരിക്കും നാളെ ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ ഇത്തരം ഒരു ചർച്ചയിൽ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ശരി, ദീപക് ധർമ്മടവും ചേരുന്നു. ദീപക്, ഒറ്റയ്ക്ക് മത്സരിക്കുക എന്ന കടുത്ത നിലപാടിലേക്ക് ലീഗ് പോകാനുള്ള സാധ്യത എത്രത്തോളം? ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായക ഘട്ടമാണ്. പ്രത്യേകിച്ചും ഇന്നലെ ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ ഫലം കൂടി വന്നപ്പോൾ കോൺഗ്രസ് അമ്പേ തോൽക്കുമ്പോൾ UDF-ൽ ജയിക്കുന്നത് ലീഗ് മാത്രമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസിന് വേണ്ടി ലീഗ് അടിയറവ് പറയേണ്ടതില്ല. അതായത് കോൺഗ്രസിന്റെ പതിവ് സമവായ ഫോർമുലകളെ അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ് ലീഗിന്റെ തീരുമാനം. മാത്രമല്ല കോൺഗ്രസിനകത്തെ ചില നേതാക്കൾ, കെ മുരളീധരനെ പോലുള്ള ചില നേതാക്കൾ കൃത്യമായി ലീഗിന് പരോക്ഷമായ പിന്തുണ നൽകുന്നുണ്ട്. ഇന്ന് കാലത്ത് കെ മുരളീധരൻ 24 സംസാരിച്ചപ്പോഴും ലീഗിന് അർഹതപ്പെട്ടതാണ്, അർഹതാ സർട്ടിഫിക്കറ്റ് അല്ല സീറ്റാണ് നൽകേണ്ടത് എന്ന് കൃത്യമായി പറയുന്ന ഒരു നിലപാടിലേക്ക് എത്തി. ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മേഖലയിലെ MP-മാർ പരസ്യമായി കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുക കൂടി ചെയ്ത സാഹചര്യത്തിൽ ഒരു സീറ്റ് എന്നുള്ളത് തന്നെയാണ്, അതായത് രാജ്യസഭാ സീറ്റ് എന്നുള്ളത് പോലുമല്ല, പാർലമെന്റിൽ ഒരു സീറ്റ് നൽകുക എന്നത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. ഈ കാര്യം കൃത്യമായി PK കുഞ്ഞാലിക്കുട്ടി, അതായത് പ്രതിപക്ഷ ഉപനേതാവ് KPCC അധ്യക്ഷനെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും അറിയിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല നാളത്തെ ചർച്ചയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകുമില്ല എന്ന സന്ദേശം നൽകി കഴിഞ്ഞു. അതായത് മൂന്നാം സീറ്റ് നൽകുക അല്ലെങ്കിൽ പരസ്യമായ കരാറിൽ ഏർപ്പെടുക, അടുത്ത രാജ്യസഭാ സീറ്റ് ലീഗിന് അധിക രാജ്യസഭാ സീറ്റ് എന്നുള്ള നിലപാട് ഉറപ്പിച്ചുകൊണ്ടായിരിക്കും നാളത്തെ ചർച്ചയ്ക്ക് പോവുക. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ലീഗ് അയഞ്ഞുകൊണ്ട്
ലീഗ് ഒരു കോംപ്രമൈസ് ചെയ്തുകൊണ്ട് UDF ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല. മാത്രമല്ല പല MP-മാരും കോൺഗ്രസിന്റെ പല MP-മാരും ലീഗ് നേതാക്കളുമായി രഹസ്യമായി ബന്ധപ്പെടുന്നുണ്ട്, അവരുടെ നിലപാട് അറിയിക്കുന്നുണ്ട്, അവരുടെ പിന്തുണ നൽകുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വയ്ക്കുന്ന ഒരു സമവായ ഫോർമുലയിൽ, കാരണം അവർ പറയുന്നത് കോൺഗ്രസിന് ദേശീയ തലത്തിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം പിൻവാങ്ങണം എന്നുള്ളതാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ദേശീയ തലത്തിലെ പ്രാധാന്യത്തിന് പേരിൽ ലീഗിന്റെ രാഷ്ട്രീയ സ്വാധീനത്തെ അടിയറ വയ്ക്കാൻ തയ്യാറല്ല എന്നതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. ഇത് ലീഗിന്റെ നേതാക്കളിൽ ഒരൊറ്റ സ്വരം മാത്രമാണ്. ഈ കാര്യത്തിൽ രണ്ടഭിപ്രായം ലീഗ് നേതാക്കൾക്കിടയിൽ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഈ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. ഏതായാലും നാളെ എറണാകുളത്ത് നടക്കാൻ പോകുന്ന ചർച്ച, ഉഭയകക്ഷി ചർച്ചയിൽ ലീഗ് കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. വേണു ബാലകൃഷ്ണൻ. ശരി, 3-ാം സീറ്റ് വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ്. സീറ്റ് ലഭിച്ചില്ല എങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നാണ് ലീഗ് നേതൃത്വം എത്തിയിരിക്കുന്ന തീരുമാനം. ഇത് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കും.